ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട കായലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഞങ്ങളുടെ നാടാണിതേ. ഞങ്ങളുടെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ എല്ലാവരും ശാസ്താംകോട്ട കായൽ കാണാൻ വരുമ്പം വരുന്ന മെയിൻ ഭാഗം എന്ന് പറയുമ്പം അത് അമ്പലക്കടവെന്ന് പറയും. ആ ഭാഗത്താണ് എല്ലാവരും സാധാരണ വരാറ്. പക്ഷേ ഇത് വേറൊരു ഭാഗമാണ്, കായൽ വരമ്പെന്ന് പറയും. ഇതിൻ്റെ ഐതിഹ്യമെല്ലാം ഈ വീഡിയോ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ ആ ഭാഗത്തോട്ടാണ് പോകുന്നത്. ഞങ്ങളിങ്ങനെ വൈകുന്നേരങ്ങളിൽ അവിടെ പോയി ഇരിക്കാറുണ്ട്. നല്ലൊരു വൈബോ, നല്ല കാറ്റും. നമുക്ക് പലരും ഓടാനൊക്കെ വരും അതിലേക്കൂടെ ജോഗിങ്ങിനായിട്ട്. അങ്ങനെ നല്ലൊരു ഇതാണ്. ഇപ്പം കേരള സർക്കാരിൻ്റെ ടൂറിസം പദ്ധതിയിലൊക്കെ പെടുത്തിയിട്ട് ആ ഭാഗം നവീകരിച്ച് ഇൻ്റർലോക്കൊക്കെ ചെയ്ത് സൂപ്പറാക്കിയിട്ടുണ്ട്. എല്ലാവരും വരണം. ശാസ്താംകോട്ടക്കായലും കല്ലടയാറും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കാൻ വേണ്ടി, രണ്ടും ഒന്നാകാതിരിക്കാൻ വേണ്ടി ശാസ്താംകോട്ട കായൽ ശുദ്ധേല, കല്ലടയാറ്റിൽ അഷ്ടമുടിക്കായലിൽ നിന്നുള്ള ഓരിജലം കയറുന്നതുകൊണ്ട് അതിൻ്റെ ഉള്ളിലൊരു നാടൻ കായൽ വരമ്പുണ്ട്. അതായത് വെട്ടുകല്ലിൻ്റെ ഒരു കായൽ വരമ്പ്, അത് നഷ്ടപ്പെട്ടു പോയിരിക്കുക. അവർ വീണ്ടും ഏറ്റെടുത്ത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എടുത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഇപ്പം ഇൻ്റർലോക്കൊക്കെ ഇട്ട് അടിച്ച് ക്യാമറയൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇൻ്റർലോക്കിൻ്റെ വർക്ക് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈവനിങ് ആയി, നമ്മൾ സൺസെറ്റൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവുകയാണ്. നമ്മൾ വീട്ടിലോട്ട് പോവുക. അത്രയേ ഉള്ളൂ. ബായ്.